ചെയ്യാവുന്നൊരു മറ്റൊരു കോൺസെപ്റ്റാണ് പ്രീ കാസ്റ്റഡ് കോമ്പൗണ്ട് വാൾ അഥവാ സ്ലാബ് മതിൽ അല്ലെങ്കിൽ സ്നേഹമതിൽ എന്നും പറയാറുണ്ട്. അതാകുമ്പോൾ 5 ഫീറ്റ് ഇൻറ്റു 1 ഫീറ്റ് ഹൈറ്റുള്ള പ്രീ കാസ്റ്റഡ് സ്ലാബും പില്ലേഴ്സും സൈറ്റിൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് തന്നെ ഇത്തരം മതിൽ ചെയ്യാനുള്ള കോസ്റ്റും വളരെ കുറവായിരിക്കും. എന്നാൽ കോസ്റ്റ് കുറച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, വാളിൻ്റെ ലൈഫ് കൂടെ നോക്കേണ്ടതില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ലോങ് ലൈഫ് ഓഫർ തരുന്നൊരു കോൺസെപ്റ്റ് അല്ല. അതുമാത്രമല്ല, ഇത്തരം സ്ലാബ് കാഴ്ചയിൽ ഭംഗി കുറവുള്ളത് കൊണ്ട് തന്നെ വീടിൻ്റെ ഫ്രണ്ടേജിൽ ചെയ്യാൻ കഴിയുന്നതുമല്ല. അതുപോലെ ഈ സ്ലാബിൻ്റെ കനം കുറവായതുകൊണ്ട് ഇതിനകത്തുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് തുരുമ്പ് പിടിച്ച് ക്രാക്സ് വരാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് കൂടുതൽ ക്വാളിറ്റി ഉള്ളതും പരമ്പരാഗത മതിൽ നിർമ്മാണത്തിൽ നിന്ന് കോസ്റ്റ് കുറഞ്ഞതുമായ ഒരു കോമ്പൗണ്ട് വാൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പകരമായി സൈറ്റിൽ വെച്ച് തന്നെ കസ്റ്റമൈസ്ഡായി ചെയ്യാൻ കഴിയുന്ന കോൺക്രീറ്റഡ് കോമ്പൗണ്ട് വാളാണിത്. ഇതിനുവേണ്ടി ആദ്യമായി ചെയ്യേണ്ടത് ഇതിനുള്ള പില്ലേഴ്സ് മേക്കിംഗ് ആണ്. അതിനുവേണ്ടി 8mm റീഇൻഫോഴ്സ്മെന്റ് സ്ട്രിപ്പ് ഉപയോഗിച്ച് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് സൈറ്റിൽ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കുന്നു. ഇതിനുപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സും കസ്റ്റമൈസ്ഡായി ചെയ്യാവുന്നതാണ് എന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പില്ലർ നിർമ്മിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ കോമ്പൗണ്ട് വാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ബെൽറ്റിനായി കുഴി കുഴിക്കുന്നു. അതിൽ 1 ഫീറ്റ് ഡെപ്തിൽ കുഴി കുഴിച്ച് പില്ലർ പ്ലേസ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നു. ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം വാൾ ചെയ്യുന്നതിനുള്ള സ്റ്റീൽ വർക്ക് കൂടെ ചെയ്യണം. സ്ലാബിൻ്റെ തിക്നെസ്സും ഉയരവും അനുസരിച്ച് വേണം അതിൽ റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കാൻ. ശേഷം ഷീറ്റ് ഉപയോഗിച്ച് കോൺക്രീറ്റിനായുള്ള ഷട്ടറിംഗ് ചെയ്ത് കൊടുക്കുന്നു. ഷട്ടറിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യാനുസരണം തിക്നെസ് കൊടുക്കാവുന്നതാണ്. ഇത് ബാക്ക് യാർഡിൽ ചെയ്യുന്ന കോമ്പൗണ്ട് വാൾ ആയതുകൊണ്ട് ഇവിടെ ഞങ്ങൾ 3 ഇഞ്ച് തിക്നെസ് ആണ് കൊടുക്കുന്നത്. ഷട്ടറിങ്ങിന് ശേഷം ഇതിനകത്തേക്ക് കോൺക്രീറ്റ് മിക്സ് ഫിൽ ചെയ്ത് കൊടുക്കും. ഇത് അടുത്ത ദിവസം തന്നെ ഡീഷട്ടറിങ് ചെയ്യാവുന്നതാണ്. ഡീഷട്ടറിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിക്കും ഒരു പ്ലാസ്റ്ററിങ് ചെയ്ത ഫിനിഷിംഗ് ആയിരിക്കും. മാത്രമല്ല RCC കോൺക്രീറ്റിന്റെ ലൈഫും ഇതിലുണ്ടാവും. കാഴ്ചയിൽ പരുപരുക്കനെയാണെങ്കിലും ഇത് തൊട്ടു നോക്കുമ്പോൾ ഒരു ഗ്ലേസ്ഡ് ഫീലാണ് നമുക്ക് തരിക. ഇതിന് മുകളിൽ വേണമെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യാവുന്നതാണ്. മുഴുവനായോ ഡിസൈൻ അനുസരിച്ചോ ബോർഡർ പ്ലാസ്റ്ററിങ്ങോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു കോൺസെപ്റ്റിൽ കോമ്പൗണ്ട് വാൾ ചെയ്യുകയാണെങ്കിൽ പ്ലാസ്റ്ററിങ് കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും കുറയ്ക്കാൻ കഴിയും. മാത്രമല്ല, സാധാരണ മതിൽ നിർമ്മിക്കാൻ 1 മാസത്തോളം ടൈം ആവുമെങ്കിൽ ഇത്തരം ഒരു കോൺക്രീറ്റ് വാൾ ചെയ്യാനായി വെറും ഒരാഴ്ച മതിയാവും. എന്തുകൊണ്ട് ചിലവ് കുറഞ്ഞതും വളരെ ബെനിഫിറ്റ് ഉള്ളതുമായ ഒരു കോമ്പൗണ്ട് വാൾ കോൺസെപ്റ്റ് തന്നെയാണ് ഇത്.